ഹലോ ഓൾ ഓഫ് യു. വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് എത്തിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള എത്തിക്സും അതുപോലെ തന്നെ പ്രൊഫസറുമായ ലിൻ ഷാർപ്പെയിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ആയ മോറൽ കോമ്പസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിൻ ഷാർപ്പെയിൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് എത്തിക്സും അതേപോലെ തന്നെ പ്രൊഫസറുമായ അദ്ദേഹമാണ് ഈ ഒരു കൺസെപ്റ്റ് മോറൽ കോമ്പസ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഈ ഒരു കൺസെപ്റ്റ് എന്തിനാണ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷനകത്തുള്ള ഡിസിഷൻ മേക്കിംഗ് എത്തിക്കൽ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഫ്രെയിംവർക്ക് ഫോർ ഗൈഡിങ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള എത്തിക്കൽ ഡിലേമാസും അതുപോലെ ഓർഗനൈസേഷന്റെ എത്തിക്കൽ വാല്യൂസിനെയും റെസ്പോൺസിബിലിറ്റീസിനെയും എങ്ങനെ അലൈൻ ചെയ്യാം എന്നൊക്കെ ഈ ഒരു മോറൽ കോമ്പസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോഴത്തേക്കും ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഡിലേമ എന്ന് പറയുന്നത്. ഡിലേമ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുവാണ്, നമ്മളൊരു എംപ്ലോയി ആണ്. അപ്പൊ ആ ഓർഗനൈസേഷൻ ഒരു അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നതായിട്ട് നമുക്ക് അറിഞ്ഞു. സോ നമ്മളത് ആരോടെങ്കിലും പുറത്ത് പറഞ്ഞാൽ നമ്മുടെ ജോലിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ നമുക്കത് പറയാവോ എന്ന് നമ്മൾ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡിലേമ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ നമുക്ക് എന്താ ചെയ്യുക, നമ്മൾ എത്തിക്കൽ രീതിക്ക് മുന്നോട്ട് പോകാവോ അല്ലെങ്കിൽ അൺഎത്തിക്കൽ ആയിട്ട് നിൽക്കണോ എന്നൊക്കെ മനസ്സിലാവാതെ നമുക്ക് കുറെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതായത് നമുക്ക് ആ സിറ്റുവേഷൻസ് സോൾവ് ചെയ്യാൻ നമുക്ക് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. പക്ഷെ നമുക്കത് ഏത് എടുക്കാൻ നമുക്ക് നല്ലതായിരിക്കും എന്ന് നമ്മൾ അറിയാത്ത ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഡിലേമ എന്ന് പറയുന്നത്. നമുക്ക് ബേസിക്കലി ഈ ഒരു സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് അപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ കമ്പനിയുടെ പോളിസീസ് ഒക്കെ റിവ്യൂ ചെയ്യും. കാരണം ആ ഒരു അൺഎത്തിക്കൽ ആയിട്ട് നമ്മൾ കാണുന്നത് പോളിസിക്ക് എതിരാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സീക്ക് അഡ്വൈസ്. നമ്മുടെ കൊളീഗ്സിൽ നമുക്ക് ഭയങ്കര വിശ്വാസമായിട്ടുള്ള കൊളീഗ്സിനോട് നമ്മൾ ഈ കാര്യം നമുക്ക് കണ്ട കാര്യം നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവരിൽ നിന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോണ്ട് കിട്ടും. സോ അങ്ങനെ നമുക്ക് ഡിസിഷൻസ് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. സോ ഇതിനെയാണ് ബേസിക്കലി ഡിലിമ എന്ന് പറയുന്നത്. നമുക്ക് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡിലിമ എന്ന് പറയുന്നത്. സോ നമ്മൾ എത്തിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കുറേ പ്രോബ്ലംസ് വരും. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിൻ പെയിൻ ഷാർപ്പ് എന്ന് പറയുന്ന ഒരു ബിസിനസ് എത്തിക്സ് ഈ ഒരു മോറൽ കോമ്പസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അത്രയും ക്ലിയർ ആയല്ലോ. അതായത് നമുക്ക് കറക്റ്റ് നല്ല എത്തിക്കൽ രീതിക്ക് എങ്ങനെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഓർഗനൈസേഷനിൽ നിന്ന് എടുക്കാം, അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് കറക്റ്റ് എത്തിക്കൽ രീതിക്ക് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ഇതിനകത്ത് 4 ഇന്റർ റിലേറ്റഡ് പോയിന്റ്സിനെ പറ്റി മെയിൻലി ഫോക്കസ് ചെയ്യണം. ഈ ഒരു പോയിന്റ്സ് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ നേരത്ത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ. നമുക്കറിയാം പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ മോറൽ കോമ്പസ് അല്ലെങ്കിൽ ഓർഗനൈസേഷനകത്ത് തന്നെ ഹേർട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ നമ്മൾ പ്രിൻസിപ്പിൾസ് സെറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, അതിനകത്ത് ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, റെസ്പെക്ട് ഇതെല്ലാം ഉണ്ടായിരിക്കണം. സോ അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആ ഒരു ഓർഗനൈസേഷനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പോയിന്റ് ആണ് പർപ്പസ്. പർപ്പസിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ എത്തിക്കൽ മിഷൻ ആൻഡ് ഗോൾസ്. അതായത് നമ്മുടെ പർപ്പസ് ഇപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഗോൾ, നമ്മുടെ അച്ചീവ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പർപ്പസ്. സോ നമ്മൾ ഫസ്റ്റ് ഒരു ഓർഗനൈസേഷന് എത്തിക്കൽ മിഷൻ ആൻഡ് ഗോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത് സൊസൈറ്റിക്ക് എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കും. സോ നമ്മൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഓരോ ഡിസിഷൻസും സൊസൈറ്റിയിൽ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാകും എന്ന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണം.
നമ്മൾ ഇതേപോലെ എത്തിക്കൽ പർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, എത്തിക്കൽ ആയിട്ടുള്ള ഒരു മിഷനും അതേപോലെ തന്നെ ഗോളും വേണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പീപ്പിൾ. പീപ്പിൾ എന്ന് പറയുമ്പോഴേ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ആൾക്കാരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെയൊക്കെ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്, ഗവൺമെന്റ്, അങ്ങനെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഓർഗനൈസേഷനിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെയൊക്കെ നമുക്ക് എന്ത് പറയാം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. നമ്മുടെ ഓർഗനൈസേഷൻ ഒരു നല്ല ഗുഡ് വിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഒരു നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയൊക്കെ നല്ല രീതിക്ക് കാണണം. അവരുടെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ നമുക്ക് നല്ലൊരു എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കണമെങ്കിൽ നമുക്ക് ഇവരെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം നമ്മള് ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ആരെയാണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് എന്തെന്ന് മനസ്സിലാകുക, അവരുടെ നീഡ്സ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു എത്തിക്കൽ ഡിസിഷൻസ് എടുക്കുമ്പോഴത്തേക്കും അതിനത് ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ. അതായത് നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പം നമ്മൾ അവരുടെ ഇഷ്ടം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അവരുടെ നീഡ്സ് മനസ്സിലാക്കാതെ ഒരിക്കലും ഒരു നമ്മുടെ ഓർഗനൈസേഷനിൽ ഡിസിഷൻ എടുത്തിട്ട് കാര്യമില്ല. സോ അവരുടെ ഇൻട്രസ്റ്റും കൂടെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ഓർഗനൈസേഷനിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ. അന്നെങ്കിൽ മാത്രമേ അത് എത്തിക്കൽ രീതിക്ക് ആവത്തുള്ളൂ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പീപ്പിളിനകത്ത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക. ആ രീതിക്ക് വേണം നമ്മൾ എന്ത് ചെയ്യുക, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് കണ്ടക്ട് ചെയ്യാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് പോളിസീസ്. ഒരു ഓർഗനൈസേഷനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് പോളിസി, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എംപ്ലോയർ ടു എംപ്ലോയി വരെ ഉള്ള എല്ലാ ആൾക്കാരും ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മസ്റ്റ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഒരു എത്തിക്കൽ ഫോളോ അപ്പ് ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ പോലും നമുക്ക് എത്തിക്കൽ രീതിക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം, ആ എത്തിക്കൽ രീതിക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ 4 പോയിന്റ്സും ഒരു എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. അപ്പൊ ഇത്തരം പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്സ് എടുക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതും നമുക്ക് ഈസിലി ഫോം ചെയ്യാനും അതേപോലെ അതൊരു എത്തിക്കൽ ഫോർമാറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഓവർകമ്മിങ് എത്തിക്കൽ ഡിലിമാസ് വിത്ത് ദ മോറൽ കോമ്പസ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ ഡിലിമ എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു കൺഫ്യൂഷൻ ആണ്, നമുക്ക് ഏത് ചൂസ് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷൻ ആണ്. സോ ഈ ഒരു കൺഫ്യൂഷൻ നമുക്ക് മോറൽ കോമ്പസ് കൊണ്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എത്തിക്കൽ അലൈൻമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ വാല്യൂസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വെക്കണം. അങ്ങനെ കറക്റ്റ് ഒരു ഓർഡർ കീപ്പ് ചെയ്യുമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് പർപ്പസ് ഡ്രിവൻ ഡിസിഷൻ. നമ്മൾ നേരത്തെ 4 പോയിന്റ്സിൽ പറഞ്ഞിരുന്നു നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മുടെ മിഷൻ, എത്തിക്കൽ വിഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നെങ്കിൽ നമുക്ക് അവിടെ ഡിലിമാസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് നമുക്കവിടെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പീപ്പിൾ. ആ പീപ്പിൾ എന്ന് പറഞ്ഞ അത് തന്നെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേക്ക് ഹോൾഡർ സെൻട്രിക് അപ്രോച്ച്, അതായത് സെന്റർ ഓഫ് അട്രാക്ഷൻ ആർക്ക് കൊടുക്കണം, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലൈസ്, ഗവൺമെന്റ്, അങ്ങനെ തുടങ്ങിയത് എംപ്ലോയീസ്, അങ്ങനെ തുടങ്ങിയ ആൾക്കാരെ വേണം നമ്മൾ സെന്റർ ഓഫ് അട്രാക്ഷൻസ് കൊടുക്കാൻ. അവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ആ കൺഫ്യൂഷൻസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തത് തന്നെ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിം വർക്ക്. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോഴത്തേക്കും അത് എത്തിക്കൽ രീതിക്ക് ഫോം ചെയ്യാം. അതായത് നമ്മുടെ പോളിസീസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യുന്ന രീതിക്കാണോ. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, അതിനകത്ത് പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും അൺഎത്തിക്കൽ പ്രാക്ടീസസ് നടക്കുന്നതായിട്ട് നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്പനിയുടെ പോളിസീസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ മനസ്സിലാക്കണം. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ട് അൺഎത്തിക്കൽ ആണോ ആ സംഭവം നടന്നതെന്ന്. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസിഷൻസ് എടുക്കാൻ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എത്തിക്കൽ ഗവേണൻസ്. എത്തിക്കൽ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ഇന്റർ റിലേറ്റഡ് പോയിന്റ് തന്നെയാണ്. കാരണം ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ വാല്യൂസും എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസിഷൻസ് എടുക്കാൻ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തിക്കൽ ഡിലിമാസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എത്തിക്കൽ ലീഡർഷിപ്പ് ആണ്. എത്തിക്കൽ ലീഡർഷിപ്പിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലീഡർ എന്ന് പറയുന്ന ആൾ എങ്ങനെയായിരിക്കും, ഓർഗനൈസേഷന്റെ ഫുൾ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുത്ത് ഓരോ ഫങ്ഷൻസും നല്ല രീതിക്ക് കീപ്പ് ചെയ്ത്, അതേപോലെ എംപ്ലോയീസിന്റെ കാര്യങ്ങളും അവരുടെ ഇൻട്രസ്റ്റും നീഡ്സും അവരുടെ വെൽഫെയറും അവരുടെ സാറ്റിസ്ഫാക്ഷൻസും അതേപോലെ കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങളും ഇതെല്ലാം കീപ്പ് നോക്കുന്ന ഒരാളായിരിക്കും ലീഡർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ലീഡർഷിപ്പ് സ്കിൽസ് ഒക്കെ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എത്തിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതേപോലെ, അതായത് ലീഡർ എടുക്കുന്ന ഓരോ ഡിസിഷൻസും എന്തായിരിക്കണം, എത്തിക്കൽ ഫോർമാറ്റ് ആണ്. അങ്ങനെ എടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഓർഗനൈസേഷനിൽ ഒരിക്കലും ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസസ് അവിടെ ഉണ്ടാവത്തില്ല. അപ്പം എത്തിക്കൽ ലീഡർഷിപ്പ് വേണം കീപ്പ് ചെയ്യാൻ. അപ്പൊ ഇത്തരം പറഞ്ഞ പോയിന്റ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ എത്തിക്കൽ ഡിലിമാസ് നമുക്ക് മോറൽ കോമ്പസിലൂടെ ഓവർകം ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ പറഞ്ഞതെല്ലാം മനസ്സിലാക്കിയെന്ന് അല്ലെങ്കിൽ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്കും കൂടെ ചെയ്യാം. സോ നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.